ജൂൺ 20 മുതൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അക്ഷരപെരുമ 12-ന് സമാപനം കുറിച്ചു. കഴിഞ്ഞ 11 വർഷമായി മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന അക്ഷരപെരുമ സാംസ്കാരിക സംഗമം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു. പുസ്തകമേള, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ, നൃത്തസന്ധ്യ, അവാർഡ് വിതരണം തുടങ്ങി നിരവധി പരിപാടികളാണ് ജൂൺ 20 മുതൽ 24 വരെ നടന്നത്. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്ക് ഏത് അറിവും വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഒരു മൊബൈലിലൂടെ അല്ലെങ്കിൽ ഗൂഗിളിലൂടെ അറിവുകൾ നമുക്ക് ലഭ്യമാകുന്നിടത്താണ് നമ്മൾ ജീവിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം കറണ്ട് ഇല്ലാതെ ഇരുന്ന കാലഘട്ടമുണ്ട്. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് പഠിച്ചിരുന്ന ഓർമ്മകളുണ്ട്. പെട്ടി ബാഗും തൂക്കി സ്കൂളിൽ പോകുന്ന 5 പൈസയും 10 പൈസയും ST കൊടുത്ത് സ്കൂളിലും കോളേജിലും പോകുന്ന നിമിഷങ്ങളുണ്ട്. പിന്നീട് ടെലിവിഷൻ വന്നതും ടെലിഫോൺ വന്നതുമായ ഓർമ്മകളുണ്ട്. മൊബൈൽ ഇൻകമിങ്ങിന് വരെ പണം കൊടുത്ത കാലഘട്ടമുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ എത്രമാത്രം ഉയർന്ന് വളർന്നു വന്നു. ഇപ്പോൾ ഒരു കവിത എഴുതണമെങ്കിൽ, കഥ എഴുതണമെങ്കിൽ ആർക്കും കഴിയും. ഒരു കഥയുടെ കണ്ടന്റ് അല്ലെങ്കിൽ കഥയുടെ കവിതയുടെ കണ്ടന്റ് ഗൂഗിളിൽ ജെമിനിക്ക് കൊടുത്താൽ ജെമിനി നമുക്ക് കവിത എഴുതി. നഗരസഭ ചെയർപേഴ്സൺ സംഗീത KN അധ്യക്ഷത വഹിച്ചു. വിചാരിച്ചതിനേറെ വളരെയേറെ ഭംഗിയായിട്ട് നമ്മുടെ അക്ഷരപെരുമ 12 എന്ന പരിപാടി നമ്മൾ 5 ദിവസം വളരെയേറെ ബൃഹത്തായ രീതിയിൽ, വളരെ എനിക്ക് തോന്നുന്നു എന്നെക്കൊണ്ട് നമ്മുടെ ഒരു കൂട്ടായ ഒരാളുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ, നമ്മുടെ സ്വാഗത പ്രാസംഗികർ ഒരുപാട് പേരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി C പണിക്കർ സ്വാഗതം പറഞ്ഞു. അക്കാദമി അവാർഡ് ജേതാക്കളായ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി, ചിത്ര സുകുമാരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഗീത KN മുതിർന്ന വായനക്കാരെ ആദരിച്ചു. KK അഷ്റഫ് കുട്ടികൾക്ക് അവാർഡുകൾ നൽകി. മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ S ഷറഫ്, മുഹമ്മദ് ഗദാഫി, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളായ KP റെജിമോൻ, VP ബാബു, എൽദോസ് വീണമാനി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.